ഇപ്പോഴത്തെ ഒരു ട്രെൻഡൊക്കെ അനുസരിച്ച് എങ്ങനെ നോക്കിയാൽ ജോലി കിട്ടും, ഇതുപോലെ റാങ്ക് മേടിക്കാൻ പറ്റും? നമ്മൾ ആദ്യം വേണ്ടുന്ന ഏത് ജോലിയാണ് നമുക്ക് വേണ്ടുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ജോലി കിട്ടിപ്പോയി അതിന് ശേഷമുള്ള കാര്യങ്ങളല്ല. റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ആയിട്ടൊക്കെ കയറിയ ഒരാള് വീണ്ടും ഒരു കോമൺ ഒരു എക്സാമിന് വേണ്ടി ട്രൈ ചെയ്ത് അങ്ങനെയൊക്കെ പോരാന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം കേട്ടുകേൾവിയില്ല. എന്ത് ജോലി കയറിയാൽ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമസ്കാരം. നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് 39ാമത്തെ റാങ്ക് മേടിച്ച നിധിയാണ് കൂടെ ഉള്ളത്. നിധിയുടെ യാത്ര എങ്ങനെയായിരുന്നു, നിധിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ചോദിച്ചറിയാൻ നമുക്ക് വരും. റിസൾട്ട് വന്നിട്ട് എങ്ങനെയുണ്ട് ഫീല്? റിസൾട്ട് വന്ന് കുറച്ച് ടെൻഷനിലായിരുന്നു. മാർച്ച് ലാസ്റ്റ് റിസൾട്ട് വരും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വരാതിരുന്നപ്പോ ഞാൻ കുറച്ചൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ശരി, ശരിക്കും പ്രതീക്ഷിച്ചായിരുന്നു? 50ക്കുള്ളിൽ വരണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു. അപ്പൊ വന്നപ്പോ സന്തോഷമായി. കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ട് കിട്ടി, അതിന്റെ ഒരു ഹാപ്പിനെസ് നമുക്ക് ഉണ്ട്. എങ്ങനായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? പ്രിപ്പറേഷൻ ഞാൻ ജോബ് റിസൈൻ ചെയ്തിരിക്കുന്ന സമയത്ത് ആദ്യം വന്ന ഒരു നോട്ടിഫിക്കേഷൻ. ഇതിനു മുമ്പ് നിധി ഏത് ജോലി അപ്പൊ ചെയ്തേ? ഞാൻ നേരത്തെ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ശരി, അപ്പൊ പഠിച്ച ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എഞ്ചിനീയറിംഗ് ഒക്കെ ആയിരുന്നു? അതെ, എനിക്ക് പൊതുവെ ഒരു ജനറൽ എക്സാംസിനോട് കുറച്ചുകൂടി ഒരു താല്പര്യം ഉണ്ടായിരുന്നു. SSC, PSC അങ്ങനെ ജനറൽ എക്സാംസ് ആയിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പോ അത് കുറച്ചുകൂടെ എനിക്ക് എളുപ്പമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ പ്രിപ്പറേഷൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വന്നപ്പോൾ തന്നെ എന്നാൽ അത് സ്റ്റാർട്ട് ചെയ്യാം, അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇതിന്റെ സിലബസിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ ശരിക്കും യൂട്യൂബിലാണ് സൈലത്തിന്റെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ക്ലാസ് തുടങ്ങി എന്നുള്ളൊരു കണ്ടത്. അപ്പോഴത്തേക്കും ഒരു മെയ് ലാസ്റ്റ് ജൂണൊക്കെ ആയി. അപ്പോഴേ ഓൾറെഡി ക്ലാസ് തുടങ്ങി. എന്നാലും ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ അതുവരെ പെൻഡിങ് ആയിട്ടുള്ളതെല്ലാം റെക്കോർഡിങ്സ് കണ്ടു തീർത്തു. പിന്നെ ലൈവ് ആയിട്ടുള്ളതും കണ്ടു. പിള്ളേരൊക്കെ പറയാറുണ്ട് ചിലപ്പോ 2x സ്പീഡിൽ ഇട്ട് കാണും, ചിലപ്പോ സ്പീഡ് കുറച്ചിട്ട് കാണും. ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്തിട്ടാണ്? കാരണം സമയം വളരെ ലിമിറ്റഡ് ആയിരുന്നു. മോനുണ്ട്. അപ്പൊ മോൻ സ്കൂളിൽ പോകുന്ന സമയത്താണ് കൂടുതലും പഠിച്ചിരുന്നത്. അപ്പൊ മാക്സിമം സ്പീഡൊക്കെ കൂട്ടിയൊക്കെ ഇട്ട് റെക്കോർഡിങ്സ് ഒക്കെ കാണും. ചിലതൊക്കെ ഇപ്പൊ ലൈവായിട്ട് സാറിന്റെ ആണെങ്കിലും ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിലും എല്ലാം പലതും മാക്സിമം ലൈവായിട്ട് കാണും. സമയം കിട്ടുന്നത് പോലെ ചെയ്യുമായിരുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട് പരിചയപ്പെടാൻ? വീട്ടില് ഇപ്പം ഹസ്ബൻഡും മോനും, പിന്നെ സ്വന്തം വീട്ടില് അച്ഛൻ, അമ്മ, ബ്രദറുണ്ട്. ബ്രദർ, വൈഫ്, കുട്ടികളൊക്കെ. കറക്റ്റ് വീട് തിരുവനന്തപുരത്ത്? എന്റെ സ്വന്തം വീട് കൊല്ലത്താണ്. അപ്പൊ ഇവിടെ കാര്യവട്ടത്ത് താമസിക്കുന്നു. ഈ പഠനത്തിൽ ഇപ്പൊ പഠിക്കുന്ന സമയത്ത് ജോലി, ഒരു കാര്യം ഞാൻ പറയാം, റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ആയിട്ടൊക്കെ കയറിയ ഒരാള് വീണ്ടും ഒരു കോമൺ ഒരു എക്സാമിന് വേണ്ടി ട്രൈ ചെയ്ത് അങ്ങനെയൊക്കെ പോരാന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം കേട്ടുകേൾവി ഇല്ല. അവരുടെ ആ ഒരു പഠിച്ച ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അങ്ങനെ പോവാണ്. അപ്പൊ ഷിഫ്റ്റ് ചെയ്തും നോക്കാന്ന് അങ്ങനെ തീരുമാനിക്കുന്ന ആൾക്കാർ കുറച്ചാണ്. ആ ഒരു വലിയ ബോൾഡ് ഡിസിഷൻ ആയിരുന്നു. അതിനുള്ള റിസൾട്ട് കിട്ടി. കൺഗ്രാജുലേഷൻസ്. ഈ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം എങ്ങനെയായിരുന്നു നമ്മള് രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ട് മാനേജ് ചെയ്യാൻ? ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ മാരീഡ് ആണ്, അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും ഒരു ദിവസം എങ്ങനെ, ടിപ്പിക്കലി ഒരു ദിവസം എങ്ങനെ മാനേജ് ചെയ്ത് പോകുമായിരുന്നു? രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഒരു റൂട്ടീൻ പറയാം. മിക്കപ്പോഴും മാക്സിമം വെളുപ്പിന് തന്നെ എണീക്കും. വെളുപ്പിന് എഴുന്നേറ്റിട്ട് ബാക്കി വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞിന്റെ കാര്യങ്ങളും എല്ലാം റെഡിയാക്കി മോൻ പോകുന്നത് വരെ അത് മാത്രമാണ്. ശരി, എത്ര ആള് പഠിക്കുക? ആളിപ്പോ LKG കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടും. അതെ, ആള് പ്ലേ സ്കൂളിൽ ആഫ്റ്റർ സ്കൂൾ വിടുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയം എനിക്ക് ഒരു 7 o'clock വരെ കിട്ടും. ശരി, ആ സമയത്ത് മാക്സിമം ആള് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡിന്റെ വർക്ക് അനുസരിച്ച് പറ്റുമ്പോഴെല്ലാം പുള്ളി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. സാറ്റർഡേ സൺഡേ ഒക്കെ നല്ലതുപോലെ മോന്റെ കാര്യം മൊത്തം നോക്കും. പിന്നെ വൈകുന്നേരം വർക്ക് ഇല്ലാത്തപ്പോഴൊക്കെ മോന്റെ കാര്യം ഹസ്ബൻഡ് തന്നെ നോക്കി. അടിപൊളി. അപ്പൊ നമ്മുടെ ഈ റാങ്കിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളെന്ന് പറയുന്നത് ഹസ്ബൻഡ് തന്നെയാണ്. പിന്നെ എന്റെ എക്സാം സമയമൊക്കെ ആവുമ്പോ എന്റെ അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യാനായിട്ട് വീട്ടിൽ വരും. ആ സമയത്ത് വീട്ടിലെ ജോലി ഒന്നും ചെയ്യണ്ട, മോന്റെ കാര്യവും വീട്ടിലെ ജോലിയെല്ലാം അമ്മ തന്നെ നോക്കും. അപ്പൊ അങ്ങനെ മോന്റെ അച്ഛനും അമ്മയും കൂടെ തന്നെ നോക്കും. അങ്ങനെയൊക്കെ സമയം മാക്സിമം പറ്റുന്നില്ല. അല്ല, നമ്മുടെ സ്റ്റുഡൻസ് കുറെ ആൾക്കാർ പലരും പരിഭവം പറയാറുള്ളത് സമയം മാനേജ് ചെയ്യണ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പൊ ബാക്കിയുള്ളവർ കുറെ പേര് റാങ്കിലേക്കും ഉയർന്നതിലേക്ക് എത്തുമ്പോഴത്തേനും അവർക്ക് ഉത്തരവാദിത്തങ്ങളില്ല, അവർ മാരീഡ് അല്ല, അപ്പൊ അങ്ങനെയൊക്കെയാണ് പറയാം, അല്ലെങ്കിൽ ജോലിയില്ല, അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആണ് എങ്ങനെ സമയം എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യണം, എങ്ങനെ ജോലിയിലേക്ക് എത്തണം എന്നുള്ളത് അവർക്കൊരു എന്തായാലും ഇൻസ്പിറേഷൻ ആവും. ദാറ്റ്സ് ഗുഡ്. ഇപ്പോൾ ഒരാൾ ഫ്രഷ് ആയിട്ട് എക്സാം ഒക്കെ എഴുതാനായിട്ട് വരികയാണ്, കോമ്പറ്റീവ് എക്സാം, ഇപ്പോൾ PSC ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ, ഏതെങ്കിലും ആയിക്കോട്ടെ, ജനറൽ ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടി തുടങ്ങുക, ഒരു ഐഡിയ ഇല്ല, അപ്പോൾ പഠിച്ചു തുടങ്ങണം എന്നുള്ള സെറ്റപ്പിലേക്ക് വരിക, അവരോട് എന്താ പറയുക, എങ്ങനെ പഠിക്കണം? ഇപ്പോഴത്തെ ഒരു ട്രെൻഡൊക്കെ അനുസരിച്ച് എങ്ങനെ നോക്കിയാൽ ജോലി കിട്ടും, ഇതുപോലെ റാങ്ക് മേടിക്കാൻ പറ്റും, അവരോട് എങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാം? അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏത് എക്സാം ആണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്, അതായത്
ഏതാണ് വേണ്ടുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എങ്ങനത്തെ ജോലിയാണ് വേണ്ടുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു ജോലി കിട്ടിപ്പോയി അതിന് ശേഷമുള്ള കാര്യങ്ങളല്ല. നമ്മൾ ആദ്യം വേണ്ടുന്ന ഏത് ജോലിയാണ് നമുക്ക് വേണ്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്ത് ജോലി കയറിയാൽ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നിട്ട് അത് വിളിക്കുന്ന സമയത്ത് അതിന്റെ സിലബസ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സിലബസ് മനസ്സിലാക്കി അതിന്റെ സോഴ്സസ് എവിടെ നിന്ന് കിട്ടും, തനിയെ പഠിക്കാൻ പറ്റുമോ, ഒരു ഗൈഡൻസ് വേണോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ അനലൈസ് ചെയ്യണം. അതിൽ നിന്നും ബെറ്റർ ആയിട്ട് ഒരു കോച്ചിങ് എവിടെ നിന്ന് കിട്ടും. ഇപ്പോൾ ഗൈഡൻസ് വേണ്ടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് ബെറ്റർ കോച്ചിങ് കിട്ടും അത് മനസ്സിലാക്കണം. അപ്പം ഈ മെറ്റീരിയൽസും കോച്ചിങ്ങും സെൽഫ് അനാലിസിസും എല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. ശരിയാണ്. അല്ലാതെ ഇപ്പൊ ഒരു സൈഡിലൊരു കോച്ചിങ് സെന്റർ സെലക്ട് ചെയ്യുന്നു, കോച്ചിങ് സെന്ററിന്റെ സൈഡിൽ നിന്ന് മാത്രം ഒരു ഇൻപുട്ട് കൊടുത്തുകൊണ്ട് നടക്കുകയില്ല. സ്വന്തമായിട്ട് അനലൈസ് ചെയ്യണം. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് എന്താന്ന് മനസ്സിലാക്കണം. എപ്പോഴും സിലബസ് പഠിക്കണം നമ്മൾ എപ്പോഴും പിള്ളേരുടെ അടുത്ത് പറയുമ്പോൾ സിലബസ് എന്ത് പഠിക്കണം, സിലബസിനകത്തുള്ളതല്ലേ പഠിക്കേണ്ടത് എന്നെല്ലാം പറയും. പക്ഷെ ഓരോ ഭാഗവും എവിടെ നിന്നാണ് വരുന്നത്, ഒരു പ്രീവിയസ് ക്വസ്റ്റൻ എടുത്താൽ തന്നെ ഇത് സിലബസിന്റെ ഇന്ന ഭാഗത്ത് നിന്ന് എവിടെ നിന്ന് വന്നതെന്ന് നമുക്ക് ഓൾറെഡി അറിയാമെങ്കിൽ നമ്മൾ ഏറെക്കുറെ കുറെ ടോപ്പിക്ക് കവർ ചെയ്തു എന്നൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ അനലൈസ് ചെയ്യണം. അതനുസരിച്ച് നമുക്ക് ആ ടോപ്പിക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. ശരിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ഒക്കെ ആവട്ടെ. ഇത് കണ്ടതിലും സംസാരിച്ചതിലൊക്കെ ഒത്തിരി സന്തോഷം. ജോലി എത്രയും പെട്ടെന്ന് കയറട്ടെ, ആഗ്രഹിക്കുന്ന അത്രയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അപ്പൊ എല്ലാവിധ ആശംസകളും. ഞങ്ങൾ പ്രൗഡാണ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. സാറിനെ കണ്ടതിലും സന്തോഷം. ഓ ശരി.